നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കാവ്യ മാധവനും ദിലീപിനും വിവാദങ്ങൾ ഒഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടില്ല. നിഷാൽ ചന്ദ്രനുമായുള്ള വിവാഹത്തിന് മുൻപേ തന്നെ കാവ്യ മാധവനും ദിലീപും തമ്മിൽ പ്രണയത്തിലാണ് എന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. വിവാഹത്തോടെ അത് അവസാനിക്കുമെന്ന് കരുതി. എന്നാൽ കാവ്യ മാധവന്റെ ആ ബന്ധം തകർന്നതോടെ വീണ്ടും ഗോസിപ്പുകൾ ശക്തി പ്രാപിക്കുകയായിരുന്നു. കാവ്യയും ദിലീപും പ്രണയത്തിലാണ് എന്ന ഗോസിപ്പ് മാത്രമായിരുന്നില്ല, ദിലീപും മഞ്ജു വാര്യരും വേർപിരിയാനുള്ള കാരണക്കാരിയും കാവ്യ മാധവനാണ് എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. എന്നാൽ അല്ല എന്ന് കാവ്യയും ദിലീപും തന്നെ തുടക്കത്തിൽ പലതവണ പറഞ്ഞിരുന്ന കാര്യവുമാണ്. അവസാനം ഞാൻ കാരണം ഒരുപാട് പേരുദോഷങ്ങൾ കേൾക്കേണ്ടി വന്ന ആളെ തന്നെ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കാവ്യ മാധവനും ദിലീപും വിവാഹിതരായത്. അപ്പോഴും ഗോസിപ്പുകൾക്ക് കുറവൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. വിവാഹം കഴിഞ്ഞ് ഗോസിപ്പുകളെ എല്ലാം അവഗണിച്ച് ജീവിക്കാം എന്ന് കരുതിയപ്പോഴേക്കും നടിയെ ആക്രമിച്ച കേസ് വരികയായിരുന്നു. പിന്നെ പോലീസായി, കേസായി, വിവാദങ്ങളായി, കുറ്റപ്പെടുത്തലുകളായി, തള്ളിപ്പറയലുകളായി, പുറത്താക്കലായി, കുറ്റവാളിയായി. ഇങ്ങനെ 8 വർഷത്തോളം ആ കഥ നീണ്ടുനിന്നു. എന്നാൽ ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ്. വിമർശിക്കുന്നവർ ഒരു പക്ഷത്ത് ഉണ്ടെങ്കിലും ദിലീപ് തനിക്ക് ചുറ്റുമുള്ള ജീവിതം ജീവിച്ചു തീർക്കുന്ന തിരക്കിലാണ്. കൂടെ കാവ്യ മാധവനും മകളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും ഉണ്ട്. കാവ്യയും ദിലീപും മകളും കാവ്യയുടെ കുടുംബത്തിനൊപ്പം ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് അവധി ആഘോഷിക്കുന്ന വീഡിയോകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കാവ്യയും ദിലീപും മകളും മാത്രമുള്ള പുതിയ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരുവരും എത്രത്തോളം ആസ്വദിച്ചാണ് ജീവിക്കുന്നത് എന്ന് ആ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവർ ഇപ്പോഴാണ് ശരിക്കും ഹണിമൂൺ ആഘോഷിക്കുന്നത് എന്നതാണ് കാവ്യയുടെയും ഫാൻസ് പേജിൽ വന്ന വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ. കാവ്യയുടെയും ദിലീപിന്റെയും അടക്കമുള്ള ഇഷ്ടം അറിയിച്ചുകൊണ്ട് വരുന്ന കമന്റുകളും വീഡിയോയ്ക്ക് താഴെയായി വരുന്നുണ്ട്. വിമർശിക്കുന്നവരുടെ വിവരങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുമുണ്ട്. എന്നാൽ അതൊന്നും ഇപ്പോൾ കാവ്യ മാധവനെയോ ദിലീപിനെയോ അവരുടെ ആരാധകരെയോ ബാധിക്കുന്നുമില്ല. ദിലീപിന്റെ അടുത്ത സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അതേസമയം ദിലീപ്, മഞ്ജു വാര്യർ എന്നിവർക്കെതിരെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നടക്കുന്നുമുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഈ സാഹചര്യം ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളും വരുന്നുണ്ട്. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തുന്നവർ എടുത്തു പറയുന്ന കാര്യം മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനൊപ്പം നിന്നു എന്നതാണ്. മാതാപിതാക്കൾ വേർപിരിയുന്ന ഘട്ടത്തിൽ അച്ഛനൊപ്പം തുടരുകയാണെന്ന് മീനാക്ഷിയുടെ തീരുമാനമായിരുന്നു. ഈ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മഞ്ജുവിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായ ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സജീവ ഐക്യം പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ഒരു ഫോൺ സംഭാഷണത്തിന് താൻ സാക്ഷിയായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്ത്രീകൾക്ക് എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാവുന്ന ഒരാള്. വിവാഹ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ തന്റേതല്ലാത്ത ഒന്നും എടുക്കാതെ അരക്ഷിതത്വത്തിലേക്ക് തല ഉയർത്തി ഇറങ്ങിയവർ. സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോന്നതിനു ശേഷം അവരുടെ ഒരു ഫോൺ കോളിന്റെ ഇങ്ങേ തലക്കിലെ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. അതിന്റെ ചുരുക്കം ഇതാണ്: ഞാൻ പോന്നു, ഇനി ഒന്നും തുടരാനാകില്ല എന്നതുകൊണ്ട് എന്റേതായ ചില അവിടെ മറന്നു വെച്ചിട്ടുണ്ട്. അയാളുടേതായ ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടുമില്ല. ഏറ്റവും വലിയ ഹൃദയവേദനയോടെ താൽക്കാലികമായെങ്കിലും മകളെ അവിടെ ഉപേക്ഷിച്ചു. കാരണം അയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ വിട്ടുപോരുവാൻ ഞാൻ എങ്ങനെ പറയും? പെട്ടെന്നുള്ള മാറ്റം അവളെ മുറിപ്പെടുത്തും. അതിനുമപ്പുറം അയാൾ വെറുതെ ഇരിക്കില്ല. തന്റെ പക്ഷം ന്യായീകരിക്കുവാൻ മകൾക്കായി കേസ് കൊടുത്തേക്കാം. അതിനായി എത്ര പണവും ചെലവഴിച്ചേക്കാം. അവളെ എന്നിൽ നിന്നും തട്ടിയെടുത്തു പോകാം. ഇതിനുള്ള സർവ്വസന്നാഹവും അയാൾക്കുണ്ട്. കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതികൾ കയറിയിറങ്ങാനും അമ്മയെക്കുറിച്ച് കെട്ടിച്ചമയ്ക്കുന്നതിലുള്ള വക്കീൽ കഥകളും കേട്ട് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്നിരിക്കുന്നവളുമായ സാഹചര്യം എന്റെ മകൾക്ക് ഉണ്ടാകരുത്. കുറച്ചു സമയത്തേക്കെങ്കിൽ പോലും ഒരു തട്ടിക്കൊണ്ടുപോകൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുവാനും മാനസിക തകർച്ച ഉണ്ടാകാതിരിക്കുവാനും ഞാൻ ശ്രദ്ധിക്കും. എന്നോടുള്ള വാശിയാണെങ്കിലും മകളെ അയാൾ കൂടുതൽ നന്നായി നോക്കും. ചെറിയ കുട്ടിയല്ലേ, നിലവിലെ സാഹചര്യങ്ങൾ അവളുടെ സങ്കടം പെട്ടെന്ന് മാറും. അവൾ എല്ലാ കാലത്തും സന്തോഷമായിരിക്കട്ടെ. നോക്കൂ, എത്ര സുപ്രധാനമായൊരു തീരുമാനമാണ് ഇത്. വലിയ വേദനയോടെ അവരത് ചെയ്തു. തകർന്നിരിക്കുകയല്ല, ആകാശം മുട്ടെ വളരുകയാണ് ചെയ്തത്. അപ്പോഴും നിലപാടുകളിൽ നിന്ന് ഒരു തരിമ്പും പുറത്തു പോയിട്ടില്ല. എല്ലാ സ്ത്രീകളും ഒന്ന് തിരിച്ചറിയുക: ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങൾ അവരവരുടേത് മാത്രമാണ്. അതിനപ്പുറം സഞ്ചരിക്കുക, അത് സാധ്യമാക്കുക. മറ്റൊരാൾക്ക് വേണ്ടിയും അത് ഉപേക്ഷിക്കരുത്. അഥവാ അതൊരിക്കൽ ചെയ്യേണ്ടി വന്നാൽ അതൊരു അബദ്ധമായി എന്ന് തിരിച്ചറിഞ്ഞ് തിരികെ മടങ്ങുക, സ്വന്തം ജീവിതത്തേക്കും സ്വപ്നത്തിലേക്കും എന്നായിരുന്നു കുറിപ്പ്. 1998 ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരാകുന്നത്. വിവാഹശേഷം മഞ്ജു അഭിനയ രംഗം വിട്ടുനിൽക്കുകയായിരുന്നു. ദിലീപ് താരമായി വളരുകയും ചെയ്തിരുന്നു.
2015-ലാണ് ഇരുവരും നിയമപരമായി വേർപിരിയുന്നത്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു സിനിമാ രംഗത്ത് സജീവമാവുകയും ചെയ്തു. 2016-ൽ ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വിവാഹശേഷം കാവ്യ മാധവനും അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്.